മോന് ഇത് മരുമകളും മരുമകളെ ഇഷ്ടമാണോ അല്ലേ? മരുമകളെ ഇഷ്ടമാണ്. മരുമകളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന അന്ന് മുതൽ ഇന്ന് വരെ അവരുടെ മരുമകളുടെ ഇഷ്ടമാണ്. മരുമകൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. എൻ്റെ ഈ മകനെ പോലീസുകാർ കൊണ്ടുപോയി വേണ്ടുന്ന വേലകൾ ചെയ്തതുകൊണ്ട് അവനെ കൊണ്ട് ജോലി ചെയ്യാൻ ഞാൻ പറയുകയില്ല. ഞാൻ പോയി മേശരിപ്പണിക്കാണ് പോകുന്നത്. എനിക്ക് 2 പെൺകുട്ടികളുണ്ട്. അവർക്ക് ഞാൻ കൊടുക്കുകയോ വാങ്ങുകയോ ഒന്നും ചെയ്യില്ല. ഈ മകൻ കൊടുക്കാനുള്ളതിന് ഞാൻ പണി തീർന്ന് തുണികൾ കൊണ്ട് വെച്ചാലുടൻ ആ കാശ് എൻ്റെ മരുമകളിലാണ് കൊടുക്കുന്നത്. അങ്ങനെ എൻ്റെ മകനെ കൊണ്ടൊന്നും വാങ്ങാൻ കഴിവില്ലാതെ വന്നത് കൊണ്ട് അവന് ഈ അടിയിടി സാറ് ഇഷ്ടം പോലെ പോലീസുകാർ കണ്ടമാനം അടിയും ഇടിയും കൊടുത്തിട്ടുണ്ട്. അത് ചുമ്മാതെ പോലീസ് പുറകെ നടക്കും. ചുമ്മാതെ എന്ന് പറയുന്നത് അവര് കൂട്ടുകാർ നമ്മളെ അവിടെ ഒരു 3 പിള്ളേരുണ്ട്. ഫസ്റ്റിൽ കൂട്ടുകൂടുന്ന ഈ കുട്ടിയെ കൊണ്ടുവന്നതിന് ശേഷം 3 പിള്ളേർ അവിടെ വരും. അവിടെ വന്ന് ഇവനുമായിട്ട് അവിടെ ഇരിക്കും. ഇരുന്ന് അവര് വിളിക്കേണ്ട കാര്യമല്ല, അവിടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അവര് കുപ്പിയെടുക്കും, അവിടെ ഇരുന്ന് അപ്പൊ അമ്മ വേണ്ടെന്ന് പറയില്ലേ? ഞാൻ വേണ്ടാന്ന് പറഞ്ഞിരുന്നിരുന്നാലും നമ്മളെക്കാളും വലിയ ആൾക്കാരാണ് അവർ. നമുക്ക് അവരോടൊന്നും മിണ്ടാൻ പറ്റൂല. മിണ്ടിയ എൻ്റെ ഈ കുട്ടി അവർ രഹസ്യമായി കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്യും. അതുകൊണ്ട് ഭയന്ന് ഞങ്ങൾ വേവിക്കുന്ന ആഹാരം വരെ അവർക്ക് കൊടുത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. എന്താന്ന് വെച്ചിരുന്നാൽ പേടിച്ചിട്ടാണ്. ഈ മകൻ അടിക്കുന്നു വെച്ചിട്ട്? അല്ലല്ല, മകനല്ല. മകൻ അടിച്ചിട്ടില്ലേ നിങ്ങളെ? മകൻ എൻ്റെ ഈ മരുമകളെ അടിക്കും, മരുമക്കളെ അടിക്കുമ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അവൻ എന്നെ അവര് നീ അങ്ങനെ വങ്ങളെന്തിന് വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് എന്നെ അത് എൻ്റെ ഈ മക്കൾക്ക് വേണ്ടി, ഈ മരുമകൾക്ക് വേണ്ടിയും എൻ്റെ മക്കൾക്ക് വേണ്ടി എനിക്ക് 2 പെൺപിള്ളേരുണ്ട്. 4-5 കൊല്ലം കൊണ്ടാണ് ഞാൻ ഉള്ളത്. അതിന് മുൻപൊന്നും അങ്ങനെ ഇല്ല, ഒന്നുമില്ല. ഇവരുടെ വീട്ടിൽ ഇവരെ വിളിക്കാൻ പോയ ഇവരുടെ വീട്ടിൽ പോയി താമസിച്ചില്ലേ? ഉണ്ട്. അപ്പൊ ആ സമയത്ത് വന്ന് വിളിക്കാൻ വന്നപ്പോ ഇവരുടെ വീട്ടിൽ എന്നെ കൊണ്ടാക്കുകയാണ് ചെയ്തത്. ഈ മോൻ ഞാൻ ഈ സുഖമില്ലാതെ ഞാൻ ജോലി ചെയ്തോണ്ട് നിന്ന കൂട്ടത്തിൽ ചുടുകല്ല് എൻ്റെ മുതുവിൽ വീണ് മുതുവിൽ ഇത്രയും നീരായപ്പോ എനിക്ക് എണീക്കാനും പോകാനും ഒന്നും വയ്യ, എനിക്കൊന്നും തരാനൊന്നുമില്ല. അന്ന് അവർ തമ്മിൽ പിണക്കമാണ്. പിണങ്ങി ഇവർ 2-3 ദിവസം അവിടെ പോവുകയും ഇവർ രമ്യതയായപ്പോൾ പറഞ്ഞു, അമ്മച്ചീന് ഇവിടെ നിൽക്കണ്ട, ഞാൻ അങ്ങ് കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അവിടെ കൊണ്ടാക്കി തന്നെ. അവിടെ വെച്ചാണ് അടിച്ചത്? ഇവരുടെ വീട്ടിൽ വെച്ച്. അപ്പൊ ഇവൻ ഇറങ്ങിയപ്പോഴും ഞാൻ ചെന്നില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അവൻ 2 മാസം വരെ അന്ന് ജയിലിലായിരുന്നു. വിട്ടത് എന്നെ കൊണ്ടാക്കിയതിന് ശേഷം ഇവനെ ജയിലിൽ പിടിച്ചോണ്ട് പോയപ്പോ ജയിലിൽ കൊണ്ടുപോയത് നമ്മളെ വീട്ടിന്റെ അടുത്തൊരു സ്ഥലത്ത് ചെന്നിരുന്നപ്പോ 2 പേരും കൂടി പോയി അവിടെ വേറെ അമ്പലത്തിന്റെ അവിടെ പോയി പ്രശ്നമായി. ഇവിടെ എന്തൊരു പ്രശ്നം നടന്നിരുന്നാലും ഇവൻ പോയില്ല എങ്കിലും അവർക്ക് പേരുണ്ടെങ്കിൽ ഇവനും ഉണ്ടാവും. അവര് അല്ല, അവര് അങ്ങനെ ഉള്ള ആൾക്കാരാണ്. അപ്പൊ അവര് പോയ ഒരു പ്രശ്നം ആവുമ്പോ ഇവൻ വിട്ടാ ഞങ്ങൾക്ക് അവിടെ ജീവിക്കാം. എനിക്ക് വേറെ എങ്ങും പോവാനൊരു സ്ഥലമില്ല. എനിക്ക് വേറെ കൂട്ടുവിട്ടാൽ എനിക്ക് ആളില്ലാതെ. അതെന്റെ മരുമകൾക്കും അറിയാം. എനിക്ക് ആളിനെ കാണൂല. അവര് രഹസ്യമായി കൊണ്ടുപോയി അവരെന്തെങ്കിലും അവൻ എപ്പോഴാണ് എന്ത് രഹസ്യമായിട്ട് കൊണ്ടുപോയില്ലോ ആ കൂട്ടുവിട്ട അങ്ങനെ സംഭവിക്കുന്ന ഒരാള് ഇവരെ കൂട്ടത്തിലുള്ള എത്ര പേര് നല്ലതുപോലെ ജീവിക്കുന്നുണ്ട്. അവരെ ആരും കൊണ്ടുപോയി ഒന്നും ചെയ്തിട്ടില്ല. ആ ഒരാള് നന്നായ എത്ര വലിയ റൗഡികളാണെങ്കിലും അവര് കുടുംബമായിട്ട് ജീവിച്ച ഏത് റൗഡി ഏത് ഗുണ്ടയും വന്ന് ഒന്നും ചെയ്യില്ല. അല്ലല്ല, മകന് വേണ്ടിയല്ല. ഇന്നലെ ഞങ്ങൾ ഇവിടെ നിന്ന് തന്ന കാർഡ് സഹിതം ഞങ്ങൾ ഇവിടെ വന്നെത്താതെ ഇരിക്കാൻ വേണ്ടി അവരവന്റെ അടുത്തിരുന്നിട്ട് അവരെടുത്തോണ്ട് പൊക്കളാം. ഞങ്ങൾ ഇന്ന് യാതെല്ലാം നാട്ടിൽ പോയിട്ടെന്നറിയാമോ ഞങ്ങൾ ഇവിടെ എത്തുന്നത് വന്നെത്തിയത്. നിങ്ങളുടെ ഫ്രണ്ട്സ് അടുത്തിരുന്ന് കുടിച്ചോണ്ടിരുന്നിട്ട് 20 രൂപ ഈ കാർഡ് കൊടുത്തോണ്ട് പൊക്കളാം, ജീവൻ വരരുതെന്ന് പറഞ്ഞു. ഞങ്ങൾ ചോദിച്ചാണ് പോയത്. അവര് എത്ര റൗഡികളാണെങ്കിലും ഒരാൾ അവരൊരു കൂട്ടുകാരൻ കുടുംബമായിട്ട് നല്ലതായിട്ട് ജീവിച്ച അവരാരും വന്ന് ഇയാളെ ഉപദ്രവിക്കാൻ ജീവിക്കാൻ താമസിക്കാത്തത് കൊണ്ടാണ്. അല്ല അവന് കൂട്ടോ അവന് മറ്റൊന്നോ അല്ല. അവിടെ താമസിക്കണ്ടേ? 2 പേർക്ക് ഒരു വീടുണ്ടോ, ഒരു സ്ഥാനമുണ്ടല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ, അമ്മ എന്തിനാ പാടുപെടുന്ന വയസ്സാകത്ത്? ഇവരല്ലേ പാടുപെടാൻ വയ്യാത്തതിന്റെ പേരിലാണ്. അവര് പോലീസുകാർ കൊണ്ടുപോയി അവരെ ഇഷ്ടം പോലെ അവരെ കഴിവിന്റെ പരമാവധി നോക്കിയാണ്. അമ്മേന്റെ അടുത്ത് ആരാ പറഞ്ഞത് ഇവർക്ക് കിട്ടിയിട്ടില്ലല്ലോ? ഗുണ്ടായിസം കാണിച്ചിട്ടല്ലേ അടിക്കുന്നത്? ഡെയിലി ഗുണ്ടായിസം കാണിക്കുന്നില്ലല്ലോ. ഡെയിലി കൊണ്ട് ഇടിക്കേണ്ട ആവശ്യമുണ്ടോ? ഡെയിലി കൊണ്ട് ഇടിക്കോ? ഒരു SI മാറുമ്പോ വീണ്ടും വിളിച്ചോണ്ടു, ഒരു ആട്ട് മാറുമ്പോ വീണ്ടും വിളിച്ചോണ്ടു. അവരൊക്കെ ദേഹത്തിൽ അതിനൊക്കെ എന്ത് പാവം ചെയ്തേ? എന്തിനാ ഇങ്ങനെ സ്ഥിരമായിട്ട് നിങ്ങളെ കൊണ്ടുപോയി അടിക്കുന്നത്?
അത് അവരെടുത്ത് ചോദിക്കണം, അവർക്ക് അറിയാവും എന്താണ് കാരണം. പോലീസിനടിക്കുമ്പോ ആ ദേഷ്യം കൊണ്ടാണോ ഭാര്യ അടിക്കുന്നത്? അല്ല, ഭാര്യ നാക്ക് ശരിയായിരിക്കണം. അമ്മയടുത്ത് ചോദിച്ചാൽ ഞാൻ എന്തിനാണ് അവരെ സംസാരിക്കുന്നത്? ഇപ്പോഴവിടെ നടന്നത് എങ്ങനെയാന്ന് വെച്ചിരുന്നിരുന്ന എന്തിനാ അമ്മ ഭാര്യ അടിക്കുന്നത്? ഫോൺ വിളിച്ചപ്പോഴത്തേക്ക് ഇപ്പൊ അവനെ ഇരുത്തിക്കൊണ്ട് പറയേണ്ട കാര്യമല്ല, അവൻ മെയിനായിട്ട് അവൻ അടിക്കാനുള്ളതിന് പള്ള പറയുന്നത്. ഇവിടെ ഒരു ഇത്രയും ആൾക്കാർ ഇരിക്കുന്ന കൂട്ടത്തിൽ ചീത്ത പറയുള്ളൂ. അത് അമ്മേനെ ആയാലും സഹോദരങ്ങളെ ആയാലും ഭാര്യനെ ആയാലും ചീത്ത പറയും. ചീത്ത പറഞ്ഞാണ് അവൻ ജയിക്കണമല്ല, വേറൊന്നും. ആ ചീത്ത പറയൂ കേൾക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഇവർ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച്, ഇതൊന്നും ഞാൻ അറിയുന്നില്ല, സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇവൻ പോയ സ്ഥലം ഇവൻ വന്ന വാക്കില് ഇവള് വരുമ്പോൾ റോട്ടിൽ കിടക്കണം. അപ്പൊ റോട്ടിൽ കിടക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ്. ഞാൻ പറഞ്ഞു, ആ മക്കളെ അമ്മക്ക് എന്ന് വിളിച്ച് നോക്കാം, വരുമെങ്കിൽ വരട്ടെ. അയ്യോ അമ്മ അത് ഞാൻ വരണില്ല, പള്ളു പറയും. അപ്പം ഞാൻ പറഞ്ഞു, ആ പള്ളൊന്നും പറയില്ല. അവൾ വിളിക്കാൻ വന്നവള് 2 ഇല നുള്ളി അവളെ കാതിനകത്ത് വെച്ച്, അവളിരിക്കുമ്പോൾ പറയാനുള്ളതാണ്, കാതിനകത്ത് വെച്ചിട്ട് അവനെ വിളിച്ചണറ്റ്. മേഡം ഇപ്പൊ പറഞ്ഞല്ലേ, ഒരു പുരുഷൻ 100 തെറ്റ് ചെയ്താലും ഒരു സ്ത്രീയാണ് ആ തെറ്റില്. അവൻ അങ്ങനെ പോയാൽ ആ തെറ്റ് തിരുത്തി. ഇവർ എൻ്റെ വീട്ടിൽ ഫസ്റ്റിൽ അവൻ തെറ്റുകാരനായ സമയത്ത് വന്ന് ഇവർ അമ്മയും മോളും കൂടെ വന്ന് TV ആണ്. ഞാൻ പറഞ്ഞു, മക്കളെ നീ പോവല്ലേ, നീ വഴി മാറിക്കൊടുത്താൽ അവൾ ഇവിടെ വന്ന് താമസിക്കും, നീ പോവല്ലേ. അപ്പോഴവർ അമ്മയും മോളും കൂടെ പറഞ്ഞ് എന്തെന്നറിയാം, എടടി TV എടുത്ത് അവർ വഴി മാറിക്കൊടുത്തതിലാണ് അവൾ ഇന്ന് എൻ്റെ വീട്ടിൽ. അവൻ ഇന്ന് എന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് ഭയം. അപ്പൊ അവളിപ്പോഴും ഉണ്ടോ വീട്ടില്? എൻ്റെ വീട്ടിലില്ല. എൻ്റെ വീട്ടിനകത്ത് ഞാൻ മരിക്കണ കാലം വരെ എൻ്റെ വീട്ടിനകത്ത് എൻ്റെ സഹോദരങ്ങൾ പറഞ്ഞ് എനിക്ക് മരിക്കണ കാലം വരെ അവിടെ കിടന്നോളാം. ഇവന്റെ ഭാര്യ എന്ന് പറയുന്ന ഒരു മനുഷ്യരും അവിടെ വരാൻ പാടില്ല. നിങ്ങളുടെ മോന് വന്ന് ഈ ഭാര്യയുമായിട്ട് കഴിയണോ വേണ്ടിയോ? അത് അവരുടെ വീട്ടിൽ കഴിയണേൽ എനിക്ക് എന്റെ വീട്ടില് ഈ ഒരു വീട്ടിൽ പറ്റില്ല. നിങ്ങൾ ഇനിയും മകനോ അങ്ങനെ കാശുണ്ടാക്കി കൊടുത്തോണ്ടിരിക്കും? ഇല്ലല്ല, എന്റെ മോനെ എന്തായാലും എത്ര ദുഷ്ടനായിരുന്നിരുന്നാലും എന്റെ വീട്ടിൽ കയറി അവന്റെ മക്കളും അവനും വന്നിരുന്ന ഞാൻ കഷ്ടപ്പെടുന്നത് അവർക്ക് തന്നെ. 1 സെന്റ് കിടക്കാടോ. അപ്പൊ പെണ്ണിനെ വേണ്ട? പെണ്ണിനെ എനിക്ക് നീ സകലവും അല്ല, പെണ്ണ് സുഖമില്ലാത്ത സമയത്ത് നിങ്ങൾ വിളിച്ചോണ്ട് പോയി നിങ്ങൾ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത ആളല്ലേ? അന്ന് ഞാൻ ചെയ്തെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് വരെയും മെനഞ്ഞാന്ന് വരെയും ഞാൻ ജീവിച്ചത്. ഇപ്പൊ അവളെ എന്ത് കുറ്റം ചെയ്തില്ല? ഈ ഇരിക്കുന്ന മകൻ പറഞ്ഞ് ഞാൻ അറിഞ്ഞാണ് ഈ പെണ്ണിവിടെ തന്നതെന്ന്. എന്നെ ഇന്നലെയും ഉറങ്ങാൻ നീ അറിയാതെ നിന്റെ മരുമകൾ പോയിട്ടില്ല, നിന്റെ മരുമകൾ നീ ഇതാ കേട്ടു നോക്കണം, എന്റെ മകനെ ഇവിടെ കേൾക്കണം. ഈ പെണ്ണിനെ മാത്രം നീ വീട്ടിൽ കയറ്റത്തില്ല? ഒരു പെണ്ണും ഇവനെ ഏത് പെണ്ണിനെ കൊണ്ടുവന്നിരുന്നാലോ ഏത് രീതി പോയിരുന്നാലോ, പക്ഷെ അവന്റെ കുട്ടികൾക്ക് എപ്പോ വേണോ വരണ്ടെന്ന് പറയില്ല. ഞാൻ മരിക്കുമ്പോ 2 സെന്റ് കിടക്കാട കൊണ്ട് ഞാൻ മരിക്കുന്നതിന് ഈ വീടും ഈ ആ കുട്ടികൾക്ക് കൊടുക്കും. അതിന്റെ ഞാൻ അങ്ങനെ എന്നെ കയറണ്ടെന്ന് പറയുന്നതിന് ഒരു ഇതുണ്ടല്ലോ, അതെന്താണെന്ന് അമ്മയെ കൊണ്ട് ചോദിപ്പിച്ചു. അതിന് എന്താ ന്യായം അവരെ കയറണ്ടെന്ന് പറയാൻ? എന്നെ കൊണ്ട് ഇനി അവർക്ക് ജോലി ചെയ്ത് കൊടുക്കാനും. ജോലി അവർക്കൊരു ജോലി ഉണ്ടല്ലോ. അവരുടെ ജോലിയുടെ കാര്യമേ ഞാൻ ഇവർ 2000 രൂപ എനിക്ക് കൊണ്ടുതരുമ്പോൾ ഞാൻ അവർക്ക് 3000 രൂപയായിട്ട് അവർക്ക് ഞാൻ ചെലവ് ചെയ്യണം. അങ്ങനെ ആഹാരം അല്ലാതെ മേഡം ഇന്ന് നോക്കണം. ഞാൻ ഇത്രയും പാടുപെട്ടിരിക്കണമെങ്കിൽ ഒരു വീട്ടിലൊരു മഞ്ഞപ്പൊടിക്ക് ഞാൻ എൻ്റെ ഈ മോളെ ഞാൻ പറഞ്ഞു വിടൂല. മക്കളെ അയൽവക്കത്ത് പോയി നീ വായിരുതാ ഇന്ന് ചെന്ന് നോക്കണം മേഡം. 5 ദിവസം അവർക്ക് അടിച്ചു പൊളിച്ച് കുളിക്കാനുള്ളത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടാണ് കിടക്കണത്. ഞാൻ എന്തുകൊണ്ട് ഇവിടെ വന്നെന്ന് ഇത്രയും നാളായിട്ട് ഞാൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നെന്ന് നിങ്ങൾ പറ. ചെല്ലത്ത് നീ പറഞ്ഞില്ലല്ലോ അമ്മ, ഞാൻ എങ്ങനെ ഏത് രീതിയിൽ എന്നെ അടിച്ചു എന്ന് മാത്രം പറയാമല്ലേ. അവർ കള്ളം പറയൂലെന്ന് എനിക്കറിയാം. ഞാൻ ആശുപത്രിയിൽ പൈസ കൊണ്ടുപോയി അന്വേഷിച്ച ആ ഒരു കുട്ടി ഇവൻ വന്ന് എന്നോട് ചോദിക്കാണ്, നീയും നിന്റെ മരുമകളും കൂടെ എനിക്ക് കേസ് കൊടുത്താ ശബരിമല നിൽക്കുമ്പോഴാണ് ഇവിടെ വിളി. ഞാൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല, നീ അറിഞ്ഞു തന്നെ പോയ. എന്തിനാണ് അമ്മ അങ്ങനെ താഴുന്നത് ഇങ്ങനെ ഒരു മകന് വേണ്ടിയിട്ട്? എനിക്ക് താന്നേ ജീവിക്കാൻ പറ്റൂ. അത് അമ്മയുടെ മകനായതുകൊണ്ട്. അതുപോലെ ഒരു സ്ത്രീയുടെ മകളാണ് അതും. ഞാൻ എൻ്റെ മകനെ എനിക്ക് മറ്റൊരുത്തർക്ക് കൊടുത്ത് എൻ്റെ മുമ്പിലിട്ട് മറ്റൊരുത്തർ വന്ന് അതൊന്നും ചെയ്യാതിരിക്കാൻ എനിക്ക് താന്നേ. ഈ മകൻ ഇത്രയും കൊലക്കുറ്റത്തിലും അതിലും ഇതിലൊക്കെ ജയിലിൽ കിടന്ന ആളല്ലേ? അതൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ കൂടെ കഴിയുന്ന ഒരു പെണ്ണല്ലേ ഇത്? നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണല്ലോ ഞാൻ അവരെ എന്ന് പറഞ്ഞ അവരെ പറക്കെ പോണ 2 പെൺപിള്ളേരെ പോണില്ല. നിങ്ങളുടെ അടുത്തൊക്കെ യാതൊരു കുട്ടി എൻ്റെ മകളുടെ കുട്ടിയാണ്. ഈ തള്ള നാട്ടിലില്ല, ഞാൻ അവരെ കൂട്ടത്തിലല്ല. അവർ വേറെ ഒരു കിളവിയെ എടുത്താണ് ആ വീട്ടിൽ കൂട്ടുകിടക്കുന്നത്. എനിക്ക് ഇവന്റെ മക്കളല്ല 4 ചെറുമക്കളും വിവാഹം കഴിക്കാനുള്ള ചെറുമക്കളുള്ളവളാണ് ഞാൻ. അല്ല, ഇവിടെ വന്നിരിക്കുന്ന അത്ര മോശമായിട്ടുള്ള കാര്യമല്ല. മോശമെന്ന് പറയല്ല, പക്ഷെ ഒരു വാക്ക് അമ്മ ഞാൻ ഇന്നത് കോവയാണ് കൊടുത്തിരിക്കുകയാണ് ഇവന്റെ അടുത്ത് എനിക്ക് പറയാലോ, ഞാനും കൂടെ അറിഞ്ഞാണത് ചെയ്ത്. ഞാൻ പറയണം, അപ്പൊ ഞാൻ നിങ്ങൾ അറിയാതെ പോകൂല, വീട് വെക്കട്ടെ, ഞാനും കൂടെ ചെന്ന് താമസിക്കാം. അവളെ പേരെടുത്ത് വീട് വെക്കണം. അവളെ അമ്മേരെ വീട്ടിൽ കിടക്കാൻ പറ്റൂല.
നീ വെക്കണം, ഞാൻ വെക്കത്തില്ല. 3 മക്കളായി. മക്കള് നമ്മളെ എന്റെ എത്ര എന്തായാലും നിങ്ങൾ എനിക്ക് 5 സെന്റ് വേണം കഴിച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. മലയ്ക്ക് പോണ കാര്യം എനിക്ക് വേണ്ടിയല്ല മേഡം, എനിക്ക് കിടക്കാനല്ല, എന്റെ മക്കൾക്ക് എന്റെ ഭാര്യയ്ക്ക് കിടക്കാനാണ്. നിങ്ങൾ കൊടുത്തോ അവർക്ക് 5 സെന്റ്? നിങ്ങൾ വല്ല കൊടുത്തിട്ടുണ്ടോ? എന്റെ ഇല്ലല്ലോ. ഒരു വീട് വെച്ച് കിടക്കട്ടെ, ഞാനും കൂടെ അമ്മയും ദ്രോഹിക്കാൻ പറ്റില്ല, അവര് നമ്മൾ താമസിക്കുന്നിടത്ത് വരെയും വേണ്ട. ഞാനും കൂടെ പെണ്ണിന്റെ അമ്മയും വേണ്ട, എന്റെ അമ്മയും വേണ്ട, ഞാനും എന്റെ ഭാര്യയും കൂടെ പോയി താമസിക്കും. ഞാനും കൂടെ അവര് കൂടം വെച്ച് തന്നാൽ മതി. സജീവ കൂടം വെക്കാൻ നിങ്ങൾ എന്ത് സഹായം ചെയ്യും? ഞാൻ ഇപ്പൊ സാറേ ഇപ്പൊ തെങ്ങ് മേടിക്കണം, പിന്നെ മുള മേടിക്കണം, കാറ്റാടിക്കാട് മേടിക്കണം, അതും ഇതൊക്കെ മേടിക്കുന്നത്. അതിനുള്ള കാര്യങ്ങൾ ഞാൻ നോക്കാം. അവരും കൂടെ അതിലൊരാളായിട്ട് നിൽക്കണം. പൈസ ആയിട്ട് എന്ത് ചെയ്യുമെന്നാ ചോദിച്ചോ? പൈസ ആയിട്ട് ഇപ്പൊ ചിലപ്പോ അവരെ 500 രൂപയെങ്കിൽ എന്റെ 25 രൂപയും ചിലപ്പോ കാണണം സാർ. അതാ ചോദിച്ചത്. അത് പറഞ്ഞു ഞാൻ കൊടുക്കും എന്റെ ഉള്ളത്. സജീവ അത് അവര് ചെയ്യാൻ തയ്യാറാന്ന് സജീവ ഞാൻ പറഞ്ഞേക്ക്. സജീവന്റെ ഭാഗത്ത് എന്ത് സഹായം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാക്കി അവര് ചെയ്തെടുത്ത് ആ കൂര വെക്കാൻ തയ്യാറാണെന്ന് ചോദിക്കാം. അത് സജീവാണ് ആദ്യം മുൻകൈ എടുക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ സാർ, ഞാൻ അതിലെന്ത് വേണം ഞാൻ അവരെ കൂടെ അത് പറയാൻ പറഞ്ഞത് എന്ത് ഇവര് ചെലവാക്കണ ഞാൻ ചെലവായിക്കോളാം. ഇവര് ചെലവാക്കണൊക്കെ ഞാനും ചെലവായിക്കോളാം. കടം മേടിച്ചായിരുന്നല്ലോ. അതിനെപ്പറ്റി എന്താ പറയുന്നത്? രണ്ടുപേരും കൂടെ ചേർന്ന് വീട് അയാളെ സഹായിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട് വെക്ക്. വീട് വെച്ച് കഴിഞ്ഞാൽ അതുവരെ തീരുമാനിക്കണം. വീട് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ അവിടെ താമസിക്കാൻ തയ്യാറാണോ? വീട് വെച്ച് ഞാൻ അന്ന് എന്റെ അടുത്ത് ഇതിന് മുന്നേ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിന് മുന്നേ 8 മാസത്തിന് മുന്നേ നമ്മളെ വീട്ടിൽ ചെല്ലണതിന് മുന്നേ എന്ന് പറയും നമ്മളെ പേരെടുത്ത് നമുക്ക് പോയി വീട് വെക്കാം, ഒരു കൂടെങ്കിലും വെക്കാം, അപ്പൊ എന്നിട്ട് നമുക്ക് അങ്ങോട്ട് താമസം മാറ്റാം എന്നൊക്കെ പറഞ്ഞാണ് വിളിച്ചുകൊണ്ട് പോണത്. അവിടെ ചെന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പറയണത് എന്ത്, ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ ഒരു വീട് വെച്ച് നമുക്ക് അങ്ങോട്ട് മാറണ്ടേ, നിനക്ക് എന്റെ വീട്ടിൽ കിടക്കാതെ കിടന്നാൽ മതി. ഈ പറയുന്ന രീതി മാറിയത് ഞാൻ പറയട്ടെ, അവിടെ തന്നെയാണ് കിടന്നത്. അല്ലല്ല, രണ്ടുപേരോട് പറയാം, അവര് ജോലി വിട്ട് നിൽക്കാൻ പറയരുത്. ജോലിക്ക് പോകണ്ട മേഡം, ഞാൻ വീട് വെച്ചാലും ജോലിക്ക് പോകണ്ട. ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കരാറുമില്ല, അങ്ങനെ ഒരു കാര്യമില്ല. അത് അവരുടെ അവകാശമാണ് ജോലിക്ക് പോകേണ്ടത്. സജീവല്ല, നീ ആര് പറഞ്ഞാലും അവര് ജോലി ചെയ്യുന്ന പൈസ അവര് സൂക്ഷിക്കുക. അത് അവര് സൂക്ഷിച്ചോളാം. ഞാൻ ജോലി ചെയ്യുന്ന പൈസ ഞാൻ സൂക്ഷിച്ചോളാം. എന്റെ മക്കളെ പേരിൽ ഞാൻ ബാങ്കിൽ കളയാം, കളഞ്ഞാൽ മതി മേഡം. ശരി പിള്ളേ, അപ്പൊ നിങ്ങൾ ചെലവിന് കൊടുക്കണ്ട, അരിയും പരിപ്പൊക്കെ മേടിക്കണ്ട. ഇതിനു മുൻപേ ഉള്ള പ്രശ്നം അവിടെ ജോലിക്ക് പോകണ പ്രശ്നമാണ്. ഇത്രയും പ്രായമുള്ള ഒരു അമ്മയ്ക്ക് ജോലിക്ക് പോവാം, അതും നിങ്ങൾക്കൊന്നും പ്രശ്നമല്ല. നിങ്ങൾ എന്തുകൊണ്ട് അമ്മയ്ക്ക് പോകണ്ട, ഞാൻ ഉണ്ടാക്കി തരാൻ കാശ് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലേ പോണ്ടെന്ന് എന്റെ അമ്മയുടെ അടുത്ത്. മരുമോളം നോക്കാൻ വേണ്ടി പോയി. മരുമോളെ നോക്കാൻ പിന്നെ നിങ്ങൾ നോക്കുന്നില്ല. അവരെ കൊച്ചുമക്കളല്ലേ, അവര് നോക്കിയേ പറ്റൂ. ചിലപ്പോ എന്റെ അമ്മ എനിക്ക് 100 തരും. അത് എന്റെ അമ്മ തന്നെ എന്തിനാണ്? നീ വെള്ളടിക്കാനല്ല, അവളുടെ മക്കൾക്ക് ആര് കൊടുക്കും? സിഗരറ്റ് വലിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. എനിക്ക് മൊബൈൽ ചിലപ്പോൾ ചാർജ് ചെയ്യേണ്ടി വരും. അങ്ങനെ എന്റെ അമ്മ 10, 50, 100 എനിക്ക് തരും. നിങ്ങളല്ലേ പോയിക്കോ. അപ്പൊ ഭാര്യ ജോലി ചെയ്താൽ എന്താ? ഭാര്യയ്ക്ക് ഞാൻ മാറ്റി കൊടുക്കുകയാണ്. ഭാര്യയ്ക്ക് 30 ദിവസവും മൊബൈലിന് എല്ലാ കാരണങ്ങളും അവളെ വണ്ടിക്കൂലി ഇപ്പൊ 5000 രൂപ 4000 4500 രൂപ വരെ കണക്ക് പറഞ്ഞില്ലേ, ഈ 26 ദിവസവും ഞാൻ വണ്ടിക്കൂലിയും കൊടുത്താണ് വിടുന്നത്. ഈ വീട്ടിലെ കാര്യങ്ങൾ അറിഞ്ഞ് അവൾക്ക് വണ്ടിക്കൂലിയും കൊടുത്താണ് വിടുന്നത്. ആ കൊണ്ടു കൊടുക്കുമ്പോൾ 2000 രൂപ എന്റെ കൊണ്ട് തരും. നീ ബാക്കി കാശ് എന്ത് ചെയ്യണമെന്ന് ഈ 8-9 മാസം കൊണ്ട് ചോദിച്ചിട്ടുണ്ടെന്ന് കേട്ടോ. മോൻ എന്ത് ചെയ്യുന്നു? മോന് ചെലവ് ചെയ്ത് ഭാര്യയും പിള്ളേരെയും നോക്കണം. ചെലവ് ചെയ്ത് ഞാൻ തന്നെത്താനെ അങ്ങനെ വെക്കും. അവര് ചെലവ് എഴുതിട്ട് അവർ വെച്ചാൽ പിള്ളേരൊക്കെ എന്ത് എങ്ങനെ ചെലവ് ഞാൻ തിരക്കാൻ പോകുന്നില്ലല്ലോ. അവർക്ക് എത്ര ശമ്പളം ഉണ്ട്, ജോലിക്ക് പോകുന്ന ഇല്ലെന്ന് ഞാൻ തിരക്കാൻ പോകത്തില്ല. അവര് ജോലി ചെയ്യാതെ ചേർത്തി വെക്കട്ടെ. അവളെ ശമ്പളം പോലും ഞാൻ തിരക്കിയിട്ടില്ല ഇതുവരെ. എന്തെല്ലാം ഇപ്പൊ പിള്ളേരെ വന്നൊരു ഡോക്ടർക്ക് പഠിക്കേണ്ടി വരും. ഇപ്പൊ ഈ ഇടയ്ക്ക് വെച്ച് ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഒരു ദിവസം പണിക്ക് പോയപ്പോ എന്റെ ഫോൺ എടുത്ത് വെച്ച് അവൾ അമ്മേനെ വിളിച്ചിട്ട് പറയുക, അമ്മ ഇനി ഞാൻ ചത്താലും വേണ്ടൂല, നിങ്ങളെ മരുമോൻ പണിക്ക് പോയിട്ട് പൈസ കൊണ്ട് തന്നു. അന്ന് ഞാൻ എന്റെ 3 മക്കൾക്ക് ബിരിയാണി മേടിച്ചോണ്ട് അവളെ മുമ്പ് കൊണ്ടു വെച്ചു കൊടുത്തു. കേട്ടു നോക്കണം മേഡം. ഈ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇപ്പൊ കൊണ്ടുവന്ന അമ്മേനെ ഫോൺ വിളിച്ച് പറഞ്ഞു കൊടുക്കുക. എന്റെ അമ്മയുടെ സന്തോഷത്തോടെ ഞാനും പറയാം അവളെ ഫോൺ പേടിച്ച് ഞാൻ അമ്മയുടെ സംസാരിച്ചു, അമ്മ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം എന്നുവരെ ഞാൻ പറഞ്ഞു. അയ്യോ, ഇനി അദാലത്തിന് സംസാരിച്ചോളൂ. ഇതൊക്കെ നമുക്ക് നമ്മളെ കൊണ്ടൊക്കുന്ന കാര്യങ്ങളല്ല. പിന്നെ സജീവമായിട്ട് ഭാര്യാഭർത്തൃ ബന്ധം പുലർത്തി ജീവിക്കാൻ സജീവ തയ്യാറാണോ എന്ന് പറഞ്ഞെങ്കിലേ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ ഉള്ളൂ. എന്റെ ഭർത്താവ് പറഞ്ഞല്ലോ എന്റെ കൂടെ താമസിക്കാൻ കാര്യം ബുദ്ധിമുട്ടാണെന്ന്. അത് ഭർത്താവ് പറഞ്ഞിട്ട് ഞാൻ സരിതയുടെ കാര്യം ചോദിച്ചാൽ ഭർത്താവ് എന്താണെങ്കിലും പറഞ്ഞിട്ട് സരിതയുടെ അറിയാം. എനിക്ക് എന്റെ മക്കൾ അച്ഛൻ്റെ കൂടെ താമസിക്കുന്നതിൽ എനിക്കൊരു വിരോധമില്ല. ഈ സിന്ധു എന്ന് പറയുന്ന ഈ വ്യക്തിയാണ് എനിക്ക് ഇത്രയും വർഷം എന്നെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് തന്നെ ഈ സിന്ധു ആണ്. എന്നെ ഏത് രൂപത്തിലാണ് ആ വീട്ടിൽ വിവാഹം കഴിച്ചുകൊണ്ട് വന്നതെന്ന് എന്റെ അമ്മ പറയും.
അവളുടെ ഇതിൽ വന്നാണ് ഈ അടി അത്രയും ഞാൻ കൊടുത്തത്. അതൊരിക്കലും ആ ബന്ധം വിട്ടു പോകൂല. 24 മണിക്കൂറും അയാളുടെ പുറകിൽ പോയി ഇത് സിന്ധുവായിട്ടുള്ള ബന്ധം തുടരുന്നതെന്ന് അറിയാനൊക്കത്തില്ല. ഞങ്ങളൊരു വിശ്വാസം അയാൾ എഴുതി തരുന്നത് അയാൾ പാലിക്കുന്ന വിശ്വാസത്തില്ല ആ കാര്യത്തിനകത്ത് ചെയ്യുന്നത്. അതിന് വേറെ നടപടിയെടുക്കാൻ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോകാനേ ഒക്കത്തില്ല, വേറെ ഒന്നും ചെയ്യാനൊക്കത്തില്ല ഞങ്ങൾക്ക്. ഇപ്പം നിങ്ങൾ ഇത്രയും പറഞ്ഞാൽ ഇത് എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞു വിടുന്നത് ശരിയല്ലെന്ന് വെച്ചാൽ 6 മാസം ഇതിവിടെ തീർക്കത്തില്ല. ഇപ്പം 6 മാസത്തേക്ക് നിങ്ങൾക്ക് ഒരു സമയം തരും രണ്ടുപേർക്കും. അതിനാ വെച്ച് 10,000 രൂപ ചിലവാക്കി 5,000 രൂപ സജീവ് കൊടുക്കണം, 5,000 രൂപ അവരെടുക്കും. അമ്മയും കൂടെ ചേർന്ന് കൊടുത്താൽ മതി. കൊടുക്കല്ല, ഞാനും ചാച്ചിയും കൂടെ നിന്ന് ഒരു മാടം കെട്ടി പറയുമ്പോ അത് കൊടുക്കുക. നിങ്ങൾ സാമ്പത്തിക അമ്മയും ചെയ്യാൻ തയ്യാറാണല്ലോ. എന്തായാലും മാടം പെട്ടെന്നുണ്ടാക്കുക, ഈ പുര പെട്ടെന്നുണ്ടാക്കുക അവിടെ ആ സ്ഥലത്ത്. എന്നിട്ട് പിന്നെ ഒരുമിച്ച് താമസിക്കാൻ ശ്രമിക്കുക. അത്യാവശ്യമായിട്ട് സജീവ് ചെയ്യേണ്ട അവരെ ജോലിക്ക് പോകാൻ അനുവദിക്കുക, കുട്ടികൾക്ക് ചെലവിന് കൊടുക്കുക. അവിടെ പോകുമ്പോൾ പിന്നെ കൊടുക്കണമല്ലോ, മക്കളെ കൂടെ കാണുന്നതല്ലേ. പിന്നെ സജീവ് കേസുകൾ നടത്തുക. അപ്പൊ സജീവിന്റെ എനിക്കത് പറയാനൊക്കത്തില്ല, കാരണം കേസിൽ നിന്ന് ഒഴിവാക്കാൻ ഒക്കത്തില്ല പെട്ടെന്ന്. അതിനെ അനുവദിക്കുക. പക്ഷെ ഈ സിന്ധുവായിട്ടുള്ള ബന്ധം തുടരരുത്. അത് ഒരു കാരണവശാലും തുടരുന്നു. 6 മാസം കഴിഞ്ഞ് ഇവിടെ തന്നെ വരണം. അവർക്ക് സംശയം ഉണ്ടാക്കത്തില്ല. അത് അമ്മയെ ശ്രദ്ധിക്കണം. സിന്ധുവായിട്ട് ബന്ധം ഒരു കാരണവശാലും തുടരുത്. അതാണ് ഏറ്റവും പ്രധാനം. ഒരു സ്ത്രീയെ സംബന്ധിച്ച് പരസ്ത്രീ ബന്ധമാണ് അവർക്ക് സഹിക്കാൻ പറ്റാത്തത്. മനസ്സിലായി? 2 അടി വെച്ചാലും ചിലപ്പം കൊള്ളുമായിരിക്കും. എന്നാലും പരസ്ത്രീ ബന്ധം മറ്റൊരു സ്ത്രീക്ക് ഒരു ഭാര്യയ്ക്ക് സഹിക്കാനൊക്കത്തില്ല. സിന്ധുവായിട്ടുള്ള ബന്ധം മുഴുവനായിട്ട് ഉപേക്ഷിക്കണം. അതുകൊണ്ട് ഒരുമിച്ച് ആ വീട്ടിൽ താമസിക്കുക, എത്രയും പെട്ടെന്ന് വീട് വെക്കുക. അതാണ് ഏറ്റവും പ്രധാന. എങ്കിലേ നിങ്ങൾക്ക് ഈ 6 മാസം സമയം കൊണ്ട് എന്ത് മാറ്റം ഉണ്ടാവുമെന്ന് അറിയാനൊക്കത്തില്ല. അതിന് സമ്മതമാണല്ലോ. പിന്നെ ഒരു കാര്യം, ഒരേ നിമിഷം ആ സ്ഥലം പണയം വെച്ച് വീട് കെട്ടരുത്. ആ വീട് ഇങ്ങനെ പേരിൽ എഴുതി കൊടുക്കാൻ, ആ സ്ഥലം എഴുതി കൊടുക്കുകയും ചെയ്യരുത്. ഇപ്പൊ ഇത്ര നേരം സംസാരിച്ച് കഴിയുമ്പോൾ സജീവിന്റെ ഉള്ളിലൊരു നല്ല നന്മയുണ്ട്. അതുകൊണ്ടാണ് സജീവിന് പറ്റിയ തെറ്റുകൾ പലതും നമ്മുടെ മുമ്പിൽ തുറന്ന് സമ്മതിക്കുകയൊക്കെ ചെയ്തത്. പലരും ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഇവിടെ വന്നിരുന്ന് പോയ ഭർത്താക്കന്മാരും ഉണ്ട്. പക്ഷെ സജീവ് പല കാര്യങ്ങളും ശരിക്കും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അവ സജീവിന്റെ ചെറുപ്പകാലത്ത് സജീവ് വളർന്നു വന്ന സാഹചര്യങ്ങളും സജീവിന്റെ അവിടെയുള്ള ഇതൊക്കെയാണ്. ഇപ്പൊ ആ പുതിയ സ്ഥലത്തേക്ക് മാറുമ്പോ സജീവിന്റെ 18 വയസ്സിൽ തുടങ്ങിയ മദ്യപാനം മനുഷ്യന്റെ ബ്രെയിനിനെ കുറെ മാറ്റങ്ങൾ വരുത്തും. നമ്മളെ മനുഷ്യനെ ചെലുത്താനാക്കി മാറ്റും അത്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം എത്ര കുട്ടികളാണ്? 3 ആൺകുട്ടികളാണ് അല്ലെ? 3 ആൺകുട്ടികളാണ്. ഈ 3 ആൺകുട്ടികൾ 3 സജീവമാരായിട്ട് വന്നു കഴിഞ്ഞാൽ സമൂഹത്തിന് എത്രത്തോളം ദ്രോഹം ഉണ്ടാവും എന്നൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, ആദ്യം മദ്യപാനം കുറയ്ക്കുക. അത് കുറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ഈ മനുഷ്യരായി കാണാനും കുഞ്ഞുങ്ങളായി കാണാനും സജീവന് സാധിക്കും. എന്നിട്ട് ഭാര്യ ജോലി ചെയ്യട്ടെ. ഭാര്യ ജോലി ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ സജീവിന്റെ ജോലി കൊണ്ട് കിട്ടുന്നത് സജീവിന്റെ കേസുകൾക്ക് മുടക്കാം, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. ബാക്കിയുള്ളത് ആ സ്ത്രീക്ക് സമ്പാദിച്ച് അവർ സേവിങ്സ് വെക്കുമ്പോൾ നിങ്ങളുടെ ഈ കൊച്ചു മാടം വലിയ മാടായിട്ട് മാറും. അതൊരു നല്ല വീടായിട്ട് മാറ്റാൻ ഈ 2 അമ്മമാർ നിങ്ങൾക്ക് സപ്പോർട്ടുണ്ട്. അപ്പോൾ പതുക്കെ അവരുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ പറ്റി ഉണ്ടായിരുന്ന ആ മോശമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കളയാനായിട്ട് സാറ് പറഞ്ഞ പോലെ മാക്സിമം അവരെ സ്നേഹിക്കുക, അവരായിട്ട് ജീവിക്കുക. ആ കുട്ടികൾ വളരെ പ്രധാനമാണ്. 3 ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കണ്ടാണ് അവർ വളരുന്നത്. ഒരു ചീത്ത മാതൃകയാവാതെ നല്ല മാതൃകയായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് ഈ 6 മാസം കൊണ്ട് നിങ്ങൾക്ക് ഇതിലും വളരെ വലിയ മാറ്റം വരുത്താൻ പറ്റും. അപ്പോൾ 6 മാസത്തിന് ശേഷം വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു നല്ല ഒരു കുടുംബത്തിലേക്ക് പോകാനുള്ളതിന്റെ ഒരു മാർഗനിർദ്ദേശങ്ങൾ ഇവരെല്ലാവരും ഇതുവരെയായിട്ടും അവര് പിന്നെ ക്രിമിനൽ കേസോ ഒന്നും കൊടുത്തിട്ടില്ല. ഈ 6 മാസത്തിനുള്ളിൽ അങ്ങനെ കേസൊന്നും ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യരുത്. പുതിയ കേസുകളിലൊന്നും പെടാനും പാടില്ല. അദാലത്ത് പറയുന്ന പോലെ സജീവിന്റെ മനസ്സിൽ ഒരു നന്മയുണ്ട്. നല്ല മനുഷ്യനാണ് നിങ്ങൾ, നല്ല മനുഷ്യനാണ്. നിങ്ങൾ വളർന്ന സാഹചര്യം ഇങ്ങനെയൊക്കെ ആയിപ്പോയി. പക്ഷേ ഇനിയും നല്ലതായിട്ട് നല്ലൊരു കുടുംബസ്ഥനായിട്ട് ജീവിക്കാനായിട്ടുള്ള ധാരാളം സമയമുണ്ട്. നിങ്ങൾ ചെറുപ്പക്കാരനാണ്, ധാരാളം സമയമുണ്ട്. ഭാര്യയും മക്കളും, ഭാര്യയ്ക്ക് ഇവരെല്ലാം പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും നടത്തി മറ്റേ എത്രയായാലും വേറൊരു പെണ്ണുമായിട്ട് ഒരു ബന്ധം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയും സഹിക്കില്ല. അതെല്ലാം നിർത്തിയിട്ട് നല്ലൊരു കുടുംബജീവിതം ജീവിക്കണം. 6 മാസത്തിന് ശേഷം ഇവിടെ വരാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഇനിയൊരു കേസുമായിട്ട് അയ്യോ അവർ ശരിയായില്ല, ഞങ്ങൾക്ക് വിവാഹമോചനം വേണമെന്നൊക്കെ പറയരുത്. ഇവിടെ വരാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഇനി സന്തോഷമായിട്ട് ജീവിക്കണം. ജീവിതം സാക്ഷി എന്ന ഈ ലോക അദാലത്ത് വളരെ സുതാര്യവും പണച്ചിലവില്ലാത്തതുമാണ്. ജീവിതം സാക്ഷിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ, ജീവിതം സാക്ഷി, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 695034. ടെലിഫോൺ 9847820096.